ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന എക്സാംസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എഴുതിയവർക്കൊക്കെ ഉള്ള ചോദ്യങ്ങളും വീട്ടിലിരുന്ന് എക്സാം എഴുതിയവർക്കും എല്ലാം എന്ത് തോന്നുന്നു? ഓവറോൾ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ നോക്കാം. ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1ലാണ്. ഇനി പരീക്ഷ ഉള്ളവരും കൃത്യമായിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കണ്ടന്റ്സ് അറിഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 ആണ്. തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വന്നിട്ടുണ്ടായിരുന്നു 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3യില്. ഇനി നമ്മുടെ ഇതിനകത്ത് റാങ്ക് മേക്കിംഗ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ആർട്സിൽ നിന്നായിരുന്നു വന്നിട്ടുള്ളത്. അതെല്ലാം കംപ്ലീറ്റ്ലി SCRT നിന്നിട്ടാണ് ചോദ്യങ്ങൾ സോറി വന്നിരിക്കുന്നത്. അപ്പം എക്സാമ്പിൾ വയലോപ്പള്ളി ശ്രീധരമേനോന്റേതായിരുന്നു ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് വന്നിരിക്കുന്നത് ഋഷ്യശൃംഖനും അലക്സാണ്ടറും നാടകം. ബാക്കിയുള്ള സംഭവങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് ഇത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. കണ്ടന്റ്സ് എല്ലാം SCRT ഓറിയന്റഡ് ആയിട്ടാണ് ഒരു 80% വന്നിരിക്കുന്നത്. മാത്സ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയെന്നിട്ടാണ് പിള്ളേരൊക്കെ പറയുന്നത്. ഇനി കാരൂർ നീലകണ്ഠ പിള്ളയുടെ നമുക്ക് വന്നിട്ടില്ല. ഇനിയും പരീക്ഷ ഉള്ളവർ അതൊന്ന് ജസ്റ്റ് നോക്കണം. ഇതിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെങ്കിൽ ആ സംഭവങ്ങളോട് നമുക്കൊന്ന് പഠിച്ചു വെച്ചിരിക്കണം ഇനിയും പരീക്ഷ ഉള്ളവർ. അതായത് കൂടുതലും ഈ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ ഇപ്രാവശ്യം വന്നിരുന്നത്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള റിലേറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം ഒത്തിരി ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. പിന്നെ SK പൊറ്റക്കാട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം കണ്ടോ എടുത്തിരിക്കുന്നത്. അതും അഗെയിൻ ഒരു SCRT അടുപ്പിച്ചടുപ്പിച്ചുള്ള കണ്ടന്റ് നിന്നാണ് വന്നിരിക്കുന്നത്. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എന്റെ വഴി, അമ്പലങ്ങൾ. അല്ലെങ്കിൽ തന്നെ SK പൊറ്റക്കാടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ യാത്ര, കാരണം അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരം ജേതാവായതുകൊണ്ട് കൂടുതലും ആ ചോദ്യങ്ങൾ വന്നത് യാത്രാ വിവരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നെൽ ഡയറി, നേപ്പാൾ യാത്ര, അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. യാത്രാ വിവരണങ്ങൾ വരുന്നതാണ് അത് ഓറിയന്റ് ചെയ്ത് വരുന്നത്. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇനിയും സുഭാഷ് ചന്ദ്രന്റെ നമുക്ക് ഉണ്ടായിരുന്നു, കുഞ്ചൻ നമ്പ്യാറുടെ ഉണ്ടായിരുന്നു. അതെല്ലാം SCRT തന്നെയാണ്. ഇപ്പൊ ഞാൻ തൽക്കാലം ഈ പർദീസ നഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതും വളരെ കുഴപ്പമില്ലായിരുന്നു, സിമ്പിൾ ആയിട്ടായിരുന്നു. അറിയാവുന്നവർക്ക് സിമ്പിൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അടുത്തത് ഈ ന്യൂട്രോഫിൽ, ഈ ഫാഗോസൈറ്റ്സ്, ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോഴും വന്നിരിക്കുന്ന ചോദ്യമാണിത്. കൃത്യമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് മീൻസ് +2 ലെവൽ ആയതുകൊണ്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അത് ഫോക്കസ് ഏരിയ തന്നെയാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. അത് നിങ്ങൾ അതും 10th സ്റ്റാൻഡേർഡ് ബയോളജിക്ക് അതാണ് കൂടുതലും ഇവിടെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ലോ ഓഫ് ഇനേർഷ്യ പൊതുവെ പറഞ്ഞാൽ ഒരു ഓവറോൾ സിമ്പിൾ ആയിട്ട് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നി? അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാംസുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഏത് എക്സാം ആണ് ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത്? കാണുമ്പം സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ നമുക്ക് എഴുതി കൃത്യമായിട്ട് നമ്മുടേതായിട്ടുള്ള നമ്മൾ പഠിക്കുന്ന ഏരിയ വന്നെങ്കിലല്ല ഉള്ള നമുക്ക് സിമ്പിൾ. എല്ലാവർക്കും സിമ്പിൾ ആവുന്നത്, ഒരു വ്യക്തിക്ക് സിമ്പിൾ ആവുന്നത് മറ്റൊരു വ്യക്തിക്ക് സിമ്പിൾ ആവുന്നില്ല. അവരവരുടെ പഠന തലം പോലെ ഇരിക്കും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അവർക്ക് സിമ്പിൾ ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളാണ് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായം. കോമൺ ആയിട്ട് നമുക്കൊരു അഭിപ്രായം PSC പരീക്ഷയ്ക്കകത്ത് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം. അതുകൂടാതെ ഇനിയും പരീക്ഷ ഉള്ളവർ ആ ചാപ്റ്റേഴ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് പോകണം. 10th ബയോളജിക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ മലയാളം റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രാചീനം എന്നിട്ടുള്ള രീതിയിൽ പ്രാചീനം അതും നമ്മുടെ കയ്യിലുണ്ട്. പ്രാചീനത്തിനകത്ത് PSC ബുള്ളറ്റിനകത്തുള്ളത് അർവാചീനം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് വന്നിരിക്കുന്നത്. ഇനി ഏതാണ് ശരിയായിട്ട് വരുന്നതെന്ന് അറിയത്തില്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് ഏത് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ അറ്റ് ഫസ്റ്റ് ഇതിനകത്ത് എന്താണ് ഫസ്റ്റ് ലുക്കിൽ നമുക്കൊന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും വീട്ടിൽ വെച്ച് എക്സാം എഴുതിയിട്ടുള്ളവർ അതിൻ്റെതായിട്ടുള്ള മാർക്കുകളും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം. പിന്നെ ഓവറോൾ നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ് എന്നിട്ടുള്ള ഒരു അഭിപ്രായം കൂടെ കമന്റ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മളൊന്ന് പഠിക്കണമല്ലോ. എല്ലാവരുടെയും അനാലിസിസ് നോക്കിയിരിക്കാതെ നമ്മൾ എന്താണ് നമുക്കൊരു കട്ട് ഓഫ് ഒക്കെ പ്രവചിക്കുന്ന രീതിയിലേക്ക് കൃത്യമായിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോകാൻ പറ്റും. സോ അത് നിങ്ങളൊന്ന്
നിങ്ങളിൽ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി ഏതൊക്കെ രീതിയിൽ വരും എന്നിട്ടുള്ള കാര്യം. അപ്പം ശരി, ബാലൻസ് ഉള്ള കണക്റ്റഡ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഉടനെ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് LDCയുടെ ഇതുവരെയുള്ള കണക്റ്റഡ് പോയിന്റ്സ് വേണമെന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 299 ആണ് പ്രൈസ്. 8078962109 എന്ന് പറഞ്ഞിരിക്കുന്നത്. 8078962109 299 ആണ് പ്രൈസ് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഇതുവരെ തിരുവനന്തപുരം LDC മുതൽ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്ന GKയുടേതും കറണ്ട് അഫേഴ്സിൻ്റെതും സയൻസിൻ്റെതും, അതായത് 70 മാർക്സിന്റെ കണക്റ്റഡ് പോയിന്റ്സ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഓരോ സമയത്തും അതൊക്കെ കണ്ട് നമ്മൾ കണക്റ്റഡ് പോയിന്റ്സ് പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തപ്പി നടക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതാകുമ്പോൾ കൃത്യമായിട്ട് ഇനി പരീക്ഷ ഉള്ളവർക്കൊക്കെ വളരെയധികം അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.